അനിൽ വേഗം പൈപ്പിന്റെ അടുത്തേക്ക് ചെന്നു. കുറച്ച് ചലിയെടുത്തുരുട്ടി പോക്കറ്റിലിടാം എന്നവൻ കരുതി. ക്ലാസ്സിലെത്തിയ അവൻ അതുലിന്റെ മുഖത്തേക്ക് നോക്കി. അതുൽ അനന്തവുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ടീച്ചർ ക്ലാസ്സിലെത്തി. എന്നാൽ ടീച്ചർ പറഞ്ഞതൊന്നും അനിൽ കേട്ടില്ല. അവന്റെ ശ്രദ്ധ മുഴുവനും അതുലിന്റെ ബാഗിലായിരുന്നു. ആ ബാഗിൽ മിന്നുന്ന പേപ്പറിൽ പൊതിഞ്ഞൊരു മിഠായി ഉണ്ടായിരുന്നു. വലിപ്പമുള്ളൊരു മിഠായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അതിനൊരു സൂത്രമുണ്ട്. അനിൽ, എന്താ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലേ? ഞാൻ ഇപ്പൊ എന്താ പഠിപ്പിച്ചതെന്ന് പറഞ്ഞേ? ടീച്ചർ, അത് അപ്പോൾ ബെല്ലടിച്ചു. ടീച്ചറും കുട്ടികളുമെല്ലാം പുറത്തിറങ്ങി. ക്ലാസ്സിൽ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ അവൻ പതുക്കെ അതുലിന്റെ ബാഗ് തുറന്നു. ഈ മിഠായി ഇവിടെ വച്ച് തിന്നണോ, അതോ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നു തിന്നണോ? ഇതിലെ മിഠായി എടുത്ത് മാറ്റിയിട്ട് പോക്കറ്റിലുള്ള ചളിക്കട്ട പൊതിഞ്ഞു വെക്കാം. അനിൽ, നീ കളിക്കാൻ വരുന്നില്ലേ? അത് കേട്ട് ഞെട്ടിപ്പോയ അനിലിന്റെ കയ്യിൽ നിന്നും മിഠായി താഴെ വീണു. ഓടിക്കളിക്കുകയായിരുന്ന അജിയും അഖിലും അഭിലും അപ്പോഴേക്കും ക്ലാസ്സിലേക്ക് വന്നു. അവരുടെ ചവിട്ടേട്ട് നിലത്ത് വീണ മിഠായി തവിടുപൊടിയായി. അവന് വല്ലാത്ത വിഷമം തോന്നി. വീണ്ടും ബെല്ലടിച്ചു. ക്ലാസ് തുടങ്ങി. സ്കൂൾ വിട്ടപ്പോൾ അതുലോടി അനിലിന്റെ അടുത്തെത്തി. എന്നിട്ട് പോക്കറ്റിൽ നിന്നും ആ മിഠായി എടുത്തു കൊടുത്തു. അങ്കിൾ ഇന്നലെ വന്നപ്പോ തന്നതാണ്, നീ എടുത്തോ, സൂപ്പർ മിഠായിയാ. ആ മിഠായി അനിലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് അതിലോടിപ്പോയി. ഇടിവിട്ടേറ്റവനെ പോലെ അനിൽ സ്തംഭിച്ചു നിന്നുപോയി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. കൂട്ടുകാരെ, മോഷണം വലിയ തെറ്റാണ്. അതൊരിക്കലും ചെയ്യരുത്. നമുക്ക് നല്ല കുട്ടികളാകാം.